ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. ഇന്ന് നമുക്ക് 7ഉം 8ഉം ശ്ലോകങ്ങൾ നോക്കാം. ശ്രീമന്നാരായണീയം ദശകം 49 വൃന്ദാവന പ്രവേശം. ശ്ലോകം 7. അരാളമാർഗാഗത നിർമ്മലാപാം മരാളകൂജാകൃത നർമ്മലാപാം നിരന്തരസ്മേര സരോജവക്ത്രാം കളിന്ദകന്യാം സമലോകയസ്ത്വം. നമുക്ക് ഈ ശ്ലോകം എങ്ങനെ ചൊല്ലാമെന്നും അതിലെ വാക്കുകൾ പിരിച്ചിട്ട് അതിൻ്റെ അർത്ഥവും നോക്കാം. അരാള മാർഗാഗത നിർമ്മലാപാം മരാള കൂജാകൃത നർമ്മലാപാം നിരന്തര സ്മേര സരോജ വക്ത്രാം കളിന്ദ കന്യാം സമലോകയ ത്വം. അവിടെ ചേർത്തിട്ട് സമലോകയസ്ത്വം സ്ത്വം എന്ന് വരും ചേർത്ത് ചൊല്ലുമ്പോൾ. നമുക്കിതിലെ വാക്കുകളുടെ അർത്ഥം നോക്കാം. അരാളമാർഗാഗത നിർമ്മലാപാം, വളഞ്ഞ മാർഗത്തിൽ കൂടി പ്രവഹിക്കുന്ന പരിശുദ്ധ ജലത്തോടു കൂടിയതും. മരാള പൂജാകൃത നർമ്മലാപാം, ഹംസങ്ങളുടെ ശബ്ദത്താലുണ്ടായ വിനോദങ്ങൾ പറയുന്നതും. നിരന്തര സ്മേര സരോജവക്ത്രം, ഇടതിങ്ങി വികസിച്ചു നിൽക്കുന്ന താമരപ്പൂക്കളാകുന്ന മുഖത്തോടു കൂടിയതുമായ കളിന്ദകന്യാം യമുനാ നദിയെ ത്വം അങ്ങ് സമലോകയ നല്ലവണ്ണം ദർശിച്ചു. നമുക്കിതിലെ അക്ഷരങ്ങളൊന്ന് നോക്കാം. അരാളമാർഗാഗത, മാർഗ 2 ഗ എന്നുണ്ട്, മെല്ലെ നൂന്നി പറയണം. മാർഗാഗത. നിർമ്മലാപാം, നിർമ്മ മ എന്നുള്ളത് 2 മാന്ന് മെല്ലെ നൂന്നി പറയണം. മരാളകൂജാകൃത നർമ്മലാപാം, ഫസ്റ്റ് ലൈനിൽ നിർമ്മലാപാം, അടുത്തതിൽ നർമ്മലാപാം, അത് ശ്രദ്ധിച്ചോളൂ. നിരന്തരസ്മേര സരോജവക്ത്രാം, വക്ത്രാം കാത്ത എന്നാണ്, വക്ത്രാം ഒട്ടും ഊന്നണ്ട. കളിന്ദ കന്യാം, കളിന്ദ നാദ് എന്നാണ്. സമലോകയ ത്വം ചേർത്തിട്ട് സമലോകയസ്ത്വം, അങ്ങനെ നിർത്താം. അരാളമാർഗാഗത നിർമ്മലാപാം മരാളകൂജാകൃത നർമ്മലാപാം നിരന്തരസ്മേര സരോജവക്ത്രാം കളിന്ദകന്യാം സമലോകയസ്ത്വം. അടുത്തത് 8ാമത്തെ ശ്ലോകം. മയൂരകേകാശതലോഭനീയം മയൂഖമാലാശബളം മണീനാം വിരിഞ്ചലോകസ്പൃശമുച്ചശൃംഗൈർഗിരിം ച ഗോവർദ്ധനമൈക്ഷഥാസ്ത്വം. ഈ ശ്ലോകം എങ്ങനെ ചൊല്ലാമെന്നും പിരിച്ചിട്ട് അതിൻ്റെ അർത്ഥവും നോക്കാം. മയൂര കേകാശത ലോഭനീയം മയൂഖ മാലാശബളം മണീനാം വിരിഞ്ച ലോക സ്പൃശം ഉച്ചശൃംഗൈർ ഗിരിം ച ഗോവർദ്ധനം ഐക്ഷഥാസ്ത്വം. നമുക്കിതിലെ വാക്കുകളുടെ അർത്ഥം നോക്കാം. മയൂരകേകാശത ലോഭനീയം, മയിലുകളുടെ കൂജനം കൊണ്ട് ഏറെ മനോഹരവും. മയൂഖമാലാശബളം, കിരണങ്ങളുടെ സമൂഹത്താൽ വൈവിധ്യവർണ്ണം കലർന്നതും. മണീനാം, രത്നങ്ങളുടെ. വിരിഞ്ചലോകസ്പൃശം, സത്യലോകത്തെ സ്പർശിക്കുന്നതുമായ. ഉച്ചശൃംഗൈ, ഉന്നതങ്ങളായ കൊടുമുടികൾ കൊണ്ട്. ഗിരിം, പർവ്വതത്തെ. ഗോവർദ്ധനം, ഗോവർദ്ധനമെന്ന. ഐക്ഷഥ, കണ്ടു. ത്വം അങ്ങ്. നമുക്കിതിലെ അക്ഷരങ്ങളൊന്ന് നോക്കാം. മയൂര കേകാശത ലോഭനീയം, ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. മയൂഖ, ഖ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. മയൂഖമാലാശബളം, ബ എന്നാണ്.
ഒട്ടും ഊന്നരുത്. മണീനാം നീട്ടിയിട്ട് മൂർക്കം. വിരിഞ്ച ഞാ ച എന്നാണ് വിരിഞ്ച. ലോക സ്പൃശ മുച്ച ശൃംഗൈ അവിടെ വിസർഗട്ട് ചൊല്ലുകയാണെങ്കിൽ പിന്നെ ഗിരിംന്ന് ഒരു ഗന്ന് മതി. ചേർത്ത് ചൊല്ലുമ്പോൾ ഗിരിം 2 ഗന്ന് വേണം. ച ഗോവർദ്ധന ഗോവർദ്ധന ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ഗോവർദ്ധനം ഐക്ഷഥാസ്ത്വം ചേർത്ത് ചൊല്ലുമ്പോൾ ഗോവർദ്ധനമൈക്ഷഥാസ്ത്വം ക്ഷ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ഥ എന്നുള്ളതും സ്ത്വം ത്വം എന്നുള്ളത് ചേർത്ത് ചൊല്ലുമ്പോൾ സ്ത്വം എന്നാവും. ഗോവർദ്ധനമൈക്ഷഥാസ്ത്വം അങ്ങനെ നിർത്താം. മയൂരകേകാശതലോഭനീയം മയൂഖമാലാശബളം മണീനാം വിരിഞ്ചലോകസ്പൃശമുച്ച ശൃംഗൈർഗിരിം ച ഗോവർദ്ധനമൈക്ഷഥാസ്ത്വം. ഹരിനാരായണ ഗോവിന്ദ ജയ നാരായണ ഗോവിന്ദ. ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.